മാതാമൃതാനന്ദമയി മഠത്തിൻ്റെയും യുവജന വിഭാഗമായ ആയുധ് തിരുവനന്തപുരം യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ അമൃത സായാഹ്നം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കൈമനം ആശ്രമത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ഭക്തിയുടെയും സംഗീതത്തിൻ്റെയും രുചി വൈവിധ്യങ്ങളുടെയും നിറവിൽ ആസ്വാദ്യകരമായി. ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായാണ് അമൃത സായാഹ്നം സംഘടിപ്പിച്ചത്. ആഘോഷ പരിപാടികൾ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം കൂട്ടായ്മകൾ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് മന്ത്രി പറഞ്ഞു. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിലും നമ്മുടെ ഉള്ളിലെ പ്രതീക്ഷയുടെ ജ്വാലയ്ക്ക് ഏത് ഇരുട്ടിനെ അകറ്റുവാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നല്ല മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കും. മന്ത്രിക്കും ചടങ്ങിൽ പങ്കെടുത്ത വാർഡ് കൗൺസിലർ ആശാനാഥ, പിന്നണി ഗായിക ഭാവന രാധാകൃഷ്ണൻ എന്നിവർക്കും മാതാ അമൃതാനന്ദമയി മഠം കൈമനാശ്രമ മഠാധിപതി ശിവാമൃതാനന്ദപുരി സ്നേഹോപഹാരം നൽകി. ദീപാവലി ദിവസം സംഘടിപ്പിച്ച അമൃത സായാഹ്നം നന്മയുടെ സന്ദേശമാണ് പകർന്നു നൽകുന്നതെന്നും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത്തരം കൂടിച്ചേരലുകളിലൂടെയും ആഘോഷങ്ങളിലൂടെയും നമുക്ക് കഴിയണമെന്ന് ശിവാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. അധർമ്മത്തിൻ്റെ മേൽ ധർമ്മത്തിൻ്റെ വിജയം സൂചിപ്പിക്കുന്ന കഥകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേപോലെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇത്തരം ഉത്സവങ്ങൾ നമ്മളെ സഹായിക്കണം. അതാണ് അതിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മറന്ന് ഈ നമ്മുടെ ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഒരുപോലെ സഹായിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി. തുടർന്ന് മ്യൂസിക്കൽ ഫെസ്റ്റ് പിന്നണി ഗായിക ഭാവന രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അമൃത സായാഹ്നത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഭക്ഷ്യമേളയും ശ്രദ്ധേയമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.